الحمد لله الذي خلق الإنسان علمه البيان نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم قال يا قوم إني بريء مما تشركون إني وجهت وجهي للذي فطر السماوات والأرض حنيفا وما أنا من المشركين صدق الله. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും കൃത്യമായ ഈദ് ആശംസകൾ നേരുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം ഒളിഞ്ഞതും തെളിഞ്ഞതുമായ സകല കാര്യങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധികളെയും വിലക്കുകളെയും ജാഗ്രതയോടെ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. ഇബാദല്ലാഹ് ഊസീക്കും വയ്യായ ബിത്തഖ്വല്ലാഹ്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുകയും ഇരു ലോകത്തും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നാം ഇന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ അനുസ്മരിക്കുകയാണ്. നാം ഇബ്രാഹിമിനെ അനുസ്മരിക്കുന്ന സമയത്ത് തന്നെ ഇബ്രാഹിം നബിയുടെ നാട്ടിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ യഥാർത്ഥ പിന്മുറക്കാർ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ വംശഹത്യക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയുമാണ്. അവരും പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്. തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങളുടെ നടുവിൽ വിശന്ന വയറുമായി അവരും ഈദ് ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ ഐക്യദാർഢ്യവും പ്രാർത്ഥനയും അവരോടൊപ്പം ഉണ്ടാകണം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നാടാണ്. ശേഷമുണ്ടായിട്ടുള്ള ഒട്ടേറെ പ്രവാചകന്മാരുടെ കാൽപാദങ്ങൾ പതിഞ്ഞിട്ടുള്ള നാടാണ്. അവിടെയാണ് ഇബ്രാഹിം നബിയുടെയും പ്രവാചകന്മാരുടെയും വഴിയിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു വലിയ ജനത ഇത്തരത്തിലുള്ള മാരകമായ പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കാത്തുരക്ഷിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അവരുടെ രക്തസാക്ഷിത്വത്തെ അള്ളാഹു സ്വീകരിക്കുകയും സ്വർഗത്തിൽ ഉന്നതമായ പദവി അവർക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. അവർ മണ്ണിലേക്ക് ഉറ്റിക്കുന്ന ഒരു തുള്ളി ചോര പോലും ബാത്തിലാവാതെ പാഴാവാതെ ഈ ലോകത്ത് എല്ലാ വംശീയ സിദ്ധാന്തങ്ങളെയും ഭീകരമായ ആക്രമണങ്ങളെയും മനുഷ്യവിരുദ്ധതകളെയും തകർക്കുന്ന വലിയ ശക്തിയാക്കി അള്ളാഹു അതിനെ പരിവർത്തിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പടച്ച തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇബ്രാഹിമിന്റെ മില്ലത്തിൽ നിലകൊള്ളാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുന്നത് ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം ദീനൻ ഖയ്യിമൻ മില്ലത ഇബ്രാഹിം ഹനീഫ. അവരോട് പറയുക, എന്റെ റബ്ബ് എനിക്ക് ഹിദായത്ത് കാണിച്ചു തന്നിരിക്കുന്നു, എന്നെ നേർവഴിയിലാക്കിയിരിക്കുന്നു.
ഇലാ സിറാത്തി മുസ്തഖീം, ഏറ്റവും ശരിയായിട്ടുള്ള മാർഗത്തിലേക്ക് എന്നെ വഴി നടത്തിയിരിക്കുന്നു. ദീനൻ ഖിയമൻ മില്ലത്ത ഇബ്രാഹിം ഹനീഫ, ഏറ്റവും ശരിയായിട്ടുള്ള, ഏറ്റവും സാധുവായിട്ടുള്ള, ഏറ്റവും ഋജുവായിട്ടുള്ള ദീനിലേക്കാണ് അവൻ എന്നെ വഴി കാണിച്ചത്. അത് നിങ്ങളുടെയൊക്കെയും പിതാവായിട്ടുള്ള ഇബ്രാഹിമിന്റെ മാർഗമാണ്. ഇബ്രാഹിമിന്റെ മാർഗത്തിൽ ഇബ്രാഹിം ഋജുമാനസനായി, യാതൊരു തരത്തിലുള്ള സന്ദേഹവും ഇല്ലാതെ, ഒരു തരത്തിലുള്ള ചാഞ്ചല്യവും ഇല്ലാതെ നിലകൊണ്ടിട്ടുള്ള ഒരു മാർഗം. ആ മാർഗത്തിലേക്കാണ് പടച്ച തമ്പുരാൻ എന്നെ നയിച്ചിട്ടുള്ളത് എന്ന് നീ അവരോട് പറയുക. അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങളോട് പറയേണ്ടത്? കുൽ, അവരോട് പറയുക. അതിന് തുടർന്ന് പറയുന്നത് ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പറയുക അവരോട്, നിശ്ചയമായും എന്റെ സ്വലാത്ത്, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരമാണ്. എന്നാൽ നിസ്കാരം മാത്രമല്ല എന്നുകൂടി മനസ്സിലാക്കണം. ഫലാ സ്വദ്ദഖ വലാ സ്വല്ല വലാകിൻ കസ്സബ വതവല്ല എന്ന് ഖുർആനിൽ ഒരു ആയത്തുണ്ടല്ലോ. ഖുർആനിൽ ഒരു വചനമുണ്ട്, ഫലാ സ്വദ്ദഖ വലാ സ്വല്ല, അവർ സത്യം പറഞ്ഞില്ല, അവർ സ്വലാത്ത് നിർവഹിച്ചുമില്ല. വലാകിൻ കസ്സബ വതവല്ല, മറിച്ച് അവർ കള്ളം പറയുകയും പിന്തിരിഞ്ഞു കളയുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അവിടെ കള്ളം പറയുക എന്നതിന്റെ ഓപ്പോസിറ്റാണ് സദ്ദഖ, കസ്സബ എന്നതിന്റെ ഓപ്പോസിറ്റാണ് സദ്ദഖ. സ്വാഭാവികമായും തവല്ല എന്നതിന്റെ ഓപ്പോസിറ്റാണ് സ്വല്ല. എന്ന് പറയുമ്പോൾ തവല്ല എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞു കളയുക, സ്വല്ല എന്ന് പറഞ്ഞാൽ വളരെ ആത്മാർത്ഥതയോടുകൂടി, വളരെ കൃത്യമായും കണിശമായും അള്ളാഹുവിന്റെ മാർഗത്തെ പിന്തുടരുക എന്നാണ് അർത്ഥം. അപ്പൊ എന്റെ മാർഗം എന്നുകൂടി അർത്ഥമുള്ള പദമാണത്. ഇന്ന സ്വലാത്തി, എന്റെ പാത, വനുസുക്കി, എന്റെ എല്ലാ ത്യാഗപരിശ്രമങ്ങളും ബലികർമ്മങ്ങളും, വമഹിയായ വമമാത്തി, എന്റെ ജീവിതവും എന്റെ മരണവും തന്നെ ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടിയുള്ളതാകുന്നു. ലാ ശരീക ലഹ്, അവനിൽ യാതൊരു പങ്കുകാരുമില്ല എന്ന് പറഞ്ഞാൽ ഇക്കാര്യത്തിൽ എനിക്കും യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്നാണ് അതിന്റെ അർത്ഥം. എന്റെ ആരാധനാ കർമ്മങ്ങളും എന്റെ മാർഗവും എന്റെ ബലികർമ്മങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും ലോകരക്ഷിതാവിന് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ലാ ശരീക ലഹ്, അവന് യാതൊരു പങ്കുകാരുമില്ല എന്ന് പറയുമ്പോൾ ഞാനിത് അനുവർത്തിക്കുന്ന കാര്യത്തിലും യാതൊരു വിട്ടുവീഴ്ചയുമില്ല, അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതായിരിക്കും. എന്നിട്ട് പറയുന്നത് മുസ്ലിമീൻ, ഇപ്രകാരമാണ് റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടുള്ളത്, ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇതാണ്, ഞാൻ മുസ്ലിങ്ങളിൽ ഒന്നാമനാകുന്നു, അഥവാ അള്ളാഹുവിന് സമർപ്പിക്കുന്നവരിൽ, അള്ളാഹുവിനെ അനുസരിക്കുന്നവരിൽ ഒന്നാമനാകുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് ഇബ്രാഹിമിന്റെ പാത എന്നാണ് പറയുന്നത്. ഇബ്രാഹിം മില്ലത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്ഥാനം എന്താണെന്നതിനെ കുറിച്ച് ആദ്യം ആലോചിക്കണം. അദ്ദേഹം ഇമാമുൽ ലിന്നാസാണ്. ഇമാമുൽ ലിന്നാസ് വഇദ്ബതലാ ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജായിലുക ലിന്നാസി ഇമാമ. ഇബ്രാഹിമിനെ തന്റെ റബ്ബ് ചില വചനങ്ങളാൽ പരീക്ഷിച്ചു. അദ്ദേഹം അതിനെല്ലാം തന്നെ വിജയിക്കുകയും ചെയ്തപ്പോൾ റബ്ബ് പറഞ്ഞു, ഞാൻ നിന്നെ ലോകത്തിന്റെ ഇമാമാക്കിയിരിക്കുന്നു. ലിന്നാസ്, എല്ലാ മനുഷ്യരുടെയും. ആ അന്നാസ് എന്ന് പറയുന്നത് വലിയൊരു പ്രത്യയശാസ്ത്രമാണ് എന്നുകൂടി മനസ്സിലാക്കണം. അന്നാസ്, മനുഷ്യരെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അഭിസംബോധന ചെയ്തത്. അങ്ങനെ മനുഷ്യരെ അഭിസംബോധന ചെയ്യാനും മനുഷ്യരായി ജീവിക്കാനുമുള്ള കഴിവ് നമുക്ക് കുറയുമ്പോഴാണ് വിഭാഗീയത ഉണ്ടാകുന്നത്, വംശീയത ഉണ്ടാകുന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതാണ്. ആ ഒരു മാനുഷികതയെ, എല്ലാവരും ഒന്നാണ് എന്ന കാഴ്ചപ്പാടിനെ ഉയർത്തിപ്പിടിക്കുക എന്നതും ഇബ്രാഹിം മില്ലത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് പറയുന്നത് ഖലീലുള്ള എന്ന് പറയുമ്പോൾ ഇബ്രാഹിം ഖലീല എന്ന് ഖുർആൻ പറയും. നമ്മളോട് പറയാണ്, ഇബ്രാഹിമിന്റെ മില്ലത്തിൽ നിങ്ങൾ നിലകൊള്ളണം. മുഹ്സിനായിക്കൊണ്ട്, ഏറ്റവും ഇഹ്സാനോടുകൂടി, ഏറ്റവും നന്മയോടുകൂടി, ഏറ്റവും നല്ല മനസ്സോടുകൂടി ഇബ്രാഹിമിന്റെ മില്ലത്തിൽ, ഇബ്രാഹിമിന്റെ മാർഗത്തിൽ നിലകൊള്ളണം. എന്തുകൊണ്ടെന്നാൽ ഇബ്രാഹിം ഹനീഫ, അള്ളാഹു ഇബ്രാഹിമിനെ തന്റെ ഖലീലായിട്ട് ആത്മമിത്രമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ആത്മമിത്രമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത് എന്ന് കാണേണ്ടതാണ്. ആ പരമ്പരയിലാണ് ഒട്ടേറെ പ്രവാചകന്മാരുള്ളത് എന്ന് പറയുമ്പോൾ
ഇബ്രാഹീമിനെ പിന്തുടർന്ന് ഇബ്രാഹിം റേസ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രൊഫറ്റിക് ലെഗസി ഉണ്ടല്ലോ, ആ ഒരു പ്രവാചക പാത, പ്രവാചക ഇതിഹാസം എന്ന് പറയുന്നത് അത് വെറും ലീനിയേജിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല, പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല. നോട്ട് ബൈ ലീനിയേജ് ബട്ട് ബൈ ലിവിങ് ഫെയ്ത്ത്. ഏറ്റവും ജീവത്തായിട്ടുള്ള ധർമ്മം, വിശ്വാസം, അതിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഇന്നി ജായിലുക ലിന്നാസി ഇമാമ എന്ന് പറയുമ്പോൾ വമിൻ ദുർരിയത്തി, എന്റെ മക്കൾക്കും ഇതേ പദവി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ലാ യനാലു അഹദി വാലിമീൻ, അക്രമികളോട് എന്റെ വാഗ്ദത്തം ഒന്നും ബാധകമല്ല. അക്രമികളല്ലാത്ത മക്കൾക്ക് കിട്ടും, അക്രമികളല്ലാത്ത മറ്റുള്ളവർക്ക് കിട്ടും എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. ഇബ്രാഹിമിന്റെ പാത എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു ലീനിയേജ് അല്ല, അത് കേവലം ഒരു വംശപരമ്പരയല്ല. അതിനപ്പുറം അതിന്റെ ആധാരം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞതുപോലെ ഒരു ജീവസ്വറ്റ ധർമ്മമാണ്, വിശ്വാസമാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ആ അർത്ഥത്തിൽ തന്നെ ഇബ്രാഹിമിന്റെ ചരിത്രത്തെ നമ്മൾ വായിക്കണം. പുതിയ കാലത്തെ വംശീയതയും സയനിസവും ഒക്കെ ആയിട്ട് ചേർത്ത് വായിക്കുമ്പോൾ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അതിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ്. ചരിത്രത്തെ വായിച്ചുകൊണ്ടേയിരിക്കണം. ചരിത്രം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിൽ ചരിത്രം എന്ന അർത്ഥത്തിൽ താരീഖ് എന്നുള്ള വാക്ക് എവിടെയും ഉപയോഗിച്ചിട്ടില്ല. താരീഖ് എന്ന് പറഞ്ഞാൽ അതാണ് അറബിയിൽ ചരിത്രത്തിന് ഉപയോഗിക്കുന്ന വാക്ക് താരീഖാണ്. പക്ഷെ ആ വാക്ക് ഖുർആനിൽ എവിടെയും ചരിത്രം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഉപയോഗിക്കാഞ്ഞത്? അത് ഉപയോഗിച്ചാൽ ചരിത്രം എന്ന് പറയുന്നത് വെറും ക്രോണോളജി മാത്രമായി പോകും, വെറും ക്രോണോളജി മാത്രമായി പോകും. ഖുർആനെ സംബന്ധിച്ചിടത്തോളം ചരിത്രം എന്ന് പറഞ്ഞാൽ അതല്ല. പകരം ഖുർആൻ ഉപയോഗിച്ച വാക്കുകൾ എന്തൊക്കെയാണ്? ഒരു സ്ഥലത്ത് ഖസസ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഖസസ് എന്ന് പറഞ്ഞാൽ കിസ്സ എന്ന് പറയും. കിസ്സ എന്ന് പറയുന്നതും ഖസസ് എന്ന് പറയുന്നതും ഒക്കെ ശരിക്കും കാൽപ്പാടുകൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. കാൽപ്പാടുകൾ, കാലടയാളങ്ങൾ, ശേഷിച്ചിട്ടുള്ള അടയാളങ്ങൾ. ആ അടയാളങ്ങളിൽ കൊണ്ട് പാഠം ഉൾക്കൊള്ളണം. സീറൂ ഫില്ലർ വന്നുറൂ കൈഫ കാന ആഖിബത്തുല്ലദീന മിൻ ഖബലിക്കും. നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചിട്ട് അവിടെ മുഴുവൻ സഞ്ചരിച്ചിട്ട് നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന സമൂഹങ്ങളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് പഠിക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. അവിടെ ആ അർത്ഥത്തിൽ ചരിത്രം എന്ന് പറഞ്ഞാൽ അടയാളമാണ്. വേറൊരു സ്ഥലത്ത് പറഞ്ഞത് ദിക്ർ എന്നാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് ദിക്ർ എന്നാണ് പറയാ. ചരിത്രത്തിനും ഖുർആൻ ദിക്ർ എന്ന് പറയുന്നുണ്ട്. അനുസ്മരണമാണ്. എന്തുണ്ടായി, എന്താണ് നേടിയത് എന്നതിനെ കുറിച്ചുള്ള അനുസ്മരണം. പിന്നെയും ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത് നബഅ. നബഅ എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ പിന്തുടർന്ന് വരുന്ന തരത്തിലുള്ള മഹാസംഭവത്തെയാണ് നബഅ എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ചരിത്രം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. വില്യം ഫോക്നർ പറഞ്ഞതുപോലെ ദ പാസ്റ്റ് ഈസ് നോട്ട് ഡെഡ്. ഭൂതകാലം എന്ന് പറഞ്ഞാൽ മരിച്ചു പോയതല്ല എന്ന് മാത്രമല്ല, ഇറ്റ്സ് നോട്ട് ഈവൻ പാസ്റ്റ്, അത് കഴിഞ്ഞു പോയത് പോലുമല്ല. ഭൂതകാല പാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് മരിച്ചൊരു സാധനമല്ല, യഥാർത്ഥത്തിൽ അത് കഴിഞ്ഞു പോയത് പോലുമല്ല എന്നാണ് പ്രശസ്തനായ അമേരിക്കൻ സാഹിത്യകാരൻ വില്യം ഫോക്നർ പറഞ്ഞത്. അത് തന്നെയാണ് നമ്മൾ അനുസ്മരിക്കേണ്ടത്. ചരിത്രം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ സംഗതികളുടെ ക്രോണോളജി അല്ല, മറിച്ച് ഇവിടെ ഇബ്രാഹിം ഇന്നുണ്ടെങ്കിൽ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശരീരമില്ലെങ്കിലും സുഹൃത്തുക്കളെ ആ അബ്രഹാമിക് മിഷൻ എന്ന് പറയുന്ന സംഗതി നിലനിൽക്കുന്നുണ്ട്. നമ്മള് ഏതോ ഭൂതകാലത്തെ കുറിച്ച് സ്മരിക്കുകയും ഏതോ ഭാവി കാലത്ത് കാത്തു നിൽക്കുകയും ചെയ്യും. വിശ്വാസികളുടെ വഴി അതല്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മുന്നിലുണ്ടെങ്കിൽ നമ്മൾ ബഹുഭൂരിഭാഗം മുസ്ലിങ്ങളും മസീഹിന്റെ തിരിച്ചുവരവിൽ വിശ്വസിക്കുന്നുണ്ട്. മസീഹിന്റെ തിരിച്ചുവരവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മസീഹിനെ വെയിറ്റ് ചെയ്താൽ മതി, മസീഹിനെ വെയിറ്റ് ചെയ്ത് നിന്നാൽ മതി. അങ്ങനെയല്ല. മസീഹും ഇബ്രാഹിമും ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും അബ്രഹാമിക് മിഷൻ നിലനിൽക്കുന്നു. മസീഹ് വന്നാലും വന്നിട്ടില്ലെങ്കിലും മെസ്സിയാനിക് മിഷൻ എന്ന് പറയുന്ന ഒരു സാധനം നിലനിൽക്കുന്നു. അത് ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം, അത് ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ അതിന് ബാധ്യസ്ഥരാണ് എന്ന് തിരിച്ചറിയണം. അതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇബ്രാഹിമി മില്ലത്തിന്റെ പിന്തുണച്ചക്കാരായിട്ട് നമ്മൾ മാറുക. അത് ഇബ്രാഹിമിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ. ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല, അദ്ദേഹം ഒരു പ്രസ്ഥാനമാണ്. ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ വെറും ഒരു വ്യക്തിയല്ല. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ, അദ്ദേഹം ഒരു പ്രസ്ഥാനമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇബ്രാഹിമിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് വെറും ഒരു ഭൂതകാലമല്ല, മറിച്ച് ഹിസ് എ മെത്തേഡ്, അതൊരു മാർഗമാണ്. ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ അതൊരു മെത്തഡോളജിയാണ്. ഹീസ് എ മിഷൻ, അതൊരു ദൗത്യമാണ്. ആൻഡ് ഹീസ് എ മിറർ. ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഒരു കണ്ണാടിയാണ്. ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഒരു മാർഗമാണ്, മെത്തേഡാണ്.
ഒരു മിഷനാണ്, ഒരു മിററാണ്, കണ്ണാടിയാണ്. നമ്മുടെ ജീവിതത്തിൽ നേർവഴി, നേർമാർഗം കാണിച്ചു തരുന്ന, നമ്മൾ എങ്ങനെയാണ് എന്ന് നോക്കാനും ഉപകരിക്കുന്ന ഒരു കണ്ണാടി എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. ആ അർത്ഥത്തിൽ ഇബ്രാഹിമിനെ മനസ്സിലാക്കുകയും അങ്ങനെ ഇബ്രാഹിമിന്റെ പാത പിന്തുടരാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ദൗത്യം. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ, കലിമാത്തിനാൽ പരീക്ഷിച്ചു എന്നാണ്. അപ്പൊ കലിമ എന്ന് പറഞ്ഞാൽ അത് വിശാലമായ അർത്ഥമുള്ളതാണ്. നമ്മൾ വചനം എന്ന അർത്ഥം പറയുമെങ്കിലും വളരെ വിശാലമായ അർത്ഥമുള്ള ഒരു വാക്കാണ്. അപ്പൊ പല രീതിയിലും അബ്രഹാമിനെ പരീക്ഷിച്ചു, അതിലെല്ലാം അദ്ദേഹം വിജയിച്ചു. അപ്പോഴാണ് പറഞ്ഞത് ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, നമുക്കും കിട്ടേണ്ടതുണ്ട് അല്ലാഹുവിങ്കിൽ നിന്നുള്ള വലിയ പദവി. കിട്ടണമെങ്കിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും, അതിലെല്ലാം തന്നെ വിജയിക്കേണ്ടിയും വരും എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണ് അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ ഉടമ്പടി പൂർത്തിയാവുക എന്ന് മനസ്സിലാക്കണം. ഒരിക്കലും തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പാഠം എന്ന് പറയുന്നത് അത് കേവലം ആത്മീയമായ അനുഭൂതിയെ കുറിച്ചുള്ളതല്ല, മറിച്ച് പൊതുവായിട്ടുള്ള ജീവിതവും പ്രവർത്തനവുമാണ് എന്ന് മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ തൗഹീദ് അതൊരു ഡീപ്പസ്റ്റ് സെൻസിലാണ് നമ്മൾ എടുക്കേണ്ടത്. വളരെ ആഴത്തിലുള്ള ഒരു അർത്ഥം. തൗഹീദ് എന്ന് പറഞ്ഞാൽ വൺനെസ് ഓഫ് ഗോഡ് എന്ന് മാത്രമല്ല, വൺനെസ് ഓഫ് ഗോഡ്, വൺനെസ് ഓഫ് ജസ്റ്റിസ് ആൻഡ് വൺനെസ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നീതിയുടെ ഏകത്വമാണ്. നീതിയുടെ ഏകത്വമാണ്. മനുഷ്യരുടെ എല്ലാ തിയറികളെയും സിദ്ധാന്തങ്ങളെയും നീതി എന്ന് പറയുന്ന ഒരു മൂല്യം വെച്ചുകൊണ്ട് പരിശോധിക്കപ്പെടലാണ്. അതോടൊപ്പം തന്നെ ഹ്യൂമാനിറ്റി, മാനവികതയുടെ, മനുഷ്യരുടെ ഏകത്വമാണ് എന്നും തിരിച്ചറിയണം. അങ്ങനെയാണ് ഇബ്രാഹിമിന്റെ മാർഗം പിൻപറ്റേണ്ടത്. ആധുനിക കാലത്ത് ഒട്ടേറെ വിഗ്രഹങ്ങൾ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വിഗ്രഹ ഭഞ്ജകനാണ്, ഒരു ഐക്കോണോക്ലാസ്റ്റ്, ഒരു വിഗ്രഹ ഭഞ്ജകനാണ്. എന്താണ് ഐക്കോണോക്ലാസം എന്ന് പറഞ്ഞാൽ? ഐക്കോണോക്ലാസം മതത്തിൽ മാത്രമല്ല നിലനിൽക്കുന്നത്, സകലത്തിലും. നിങ്ങൾ കലാരംഗത്താണെങ്കിൽ നിലനിൽക്കുന്ന പല ധാരണകളെയും തകർക്കേണ്ടി വരും. നിങ്ങൾ നിർമ്മാണ രംഗത്താണെങ്കിൽ, എഞ്ചിനീയർമാരാണെങ്കിൽ അവിടെ നിലനിൽക്കുന്ന പല ധാരണകളെയും തകർക്കേണ്ടി വരും. വെറുതെ തകർക്കുക എന്നുള്ളതല്ല, അവിടെ നീതി എന്ന് പറയുന്നത് ഒരു മൂല്യമായി മാറണം. നീതി തന്നെ സൗന്ദര്യമായി മാറണം. നീതി തന്നെ ജീവിതമായി മാറണം. നിങ്ങൾ വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവിടെയും നിങ്ങൾ നീതി ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിലനിൽക്കുന്ന പൗരോഹിത്യത്തെ തകർക്കേണ്ടി വരും. വൈദ്യശാസ്ത്ര രംഗത്ത് എന്ത് പൗരോഹിത്യം എന്ന് നമ്മൾ ചിന്തിക്കും. പൗരോഹിത്യമില്ലാത്ത ഒരു മേഖലയുമില്ല സുഹൃത്തുക്കളെ. പൗരോഹിത്യമില്ലാത്ത പ്രീസ്റ്റുകളും പ്രീസ്റ്റോക്രസിയും ഇല്ലാത്ത ഒരു മേഖലയുമില്ല നമ്മുടെ രാഷ്ട്രീയ രംഗത്തുമുണ്ട്. നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ അവിടെ നിലനിൽക്കുന്ന പൗരോഹിത്യത്തെ നിങ്ങൾക്ക് തകർക്കേണ്ടി വരും. അങ്ങനെ എല്ലാ രംഗത്തുമുള്ള വിഗ്രഹഭഞ്ജനം, അതോടൊപ്പം തന്നെ നമ്മുടെ മാനസികമായിട്ടുള്ള ഈഗോയെ ലഭിക്കുക, നമ്മുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കുക, ഇതൊക്കെയും ഭഞ്ജനമാണ്. ഇതൊക്കെയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുപോലെ ആധുനിക കാലത്ത് എന്റെ ദേശം, എന്റെ വംശം, എന്റെ കുടുംബം, എന്റെ സമുദായം എന്നുള്ള ഒരു സങ്കുചിതത്വത്തിൽ നിൽക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതും യഥാർത്ഥത്തിൽ വിഗ്രഹമാണ്. കുടുംബം നമുക്ക് ഒരു കമ്മിറ്റ്മെന്റ് ആയിരിക്കണം, പക്ഷേ ഒരിക്കലും ഒരു ഐഡൽ ആവരുത്, വിഗ്രഹമാകരുത്. നമ്മുടെ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കമ്മിറ്റ്മെന്റ് ആണ്, തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അതൊരിക്കലും തന്നെ ഒരു ഐഡലായി മാറരുത്, ഒരു വിഗ്രഹമായി മാറരുത്. എന്റെ സമുദായം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനോട് കമ്മിറ്റഡ് ആണ്, അതിനോട് കമ്മിറ്റ്മെന്റ് വേണം. പക്ഷെ അതേസമയം തന്നെ അതൊരിക്കലും തന്നെ ഒരു വിഗ്രഹമായിട്ട് മാറാൻ പാടില്ല. എന്റെ കുടുംബം, എന്റെ വംശം, ഇതെല്ലാം തന്നെ അപ്രകാരമാണ് എന്ന് മനസ്സിലാക്കണം. അത്തരത്തിലുള്ള സംഗതികളെല്ലാം തന്നെ, ഇതെല്ലാം തന്നെ വിഗ്രഹങ്ങളിൽ പെടും. മാത്രവുമല്ല, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചിരുന്ന നിങ്ങൾ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതിനെ ഇബാദത്ത് ചെയ്യുകയാണോ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ടെക്നോളജി നമ്മളെ നിയന്ത്രിക്കാൻ പാടില്ല, നമ്മൾ അതിന്റെ നിയന്ത്രകരാവണം എന്നുകൂടി അതിനർത്ഥമാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പൂർണ്ണമായും അള്ളാഹുവിന് സമർപ്പിച്ചവരായിട്ട് നമ്മൾ മാറുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മൾ പ്രവാചകന്മാരിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന സുഹൃത്തുക്കളെ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് അതിന് മുമ്പുള്ളതും ശേഷമുള്ളതും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ളവരുടെ കുടുംബം എങ്ങനെയാണ് കുടുംബത്തോടുള്ള സമീപനം? അബ്രഹാം, ഹാഗാർ അല്ലെങ്കിൽ സാറ. ഹാഗാർ എന്ന് പറയുമ്പോൾ അറബിയിൽ നമ്മൾ ഹാജർ എന്നാണ് ഉച്ചരിക്കാറുള്ളത്. ഹാജർ എന്നതിന് ഒരർത്ഥം പറഞ്ഞിട്ടുണ്ട്, അത് ഹാ അജുറുക്ക എന്നാണ്. ഹാ എന്ന് പറഞ്ഞാൽ ഹാദ എന്നതിന്റെ ആദ്യകാലത്തുള്ള പ്രയോഗമാണ്, ഒരു കൊളോക്കിയൽ പ്രയോഗമാണ്. ഹാദ എന്ന അറബിയിൽ പറയുന്നതിന്റെ ഒരു കൊളോക്കിയൽ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഹാ എന്ന് മാത്രമേ പറയൂ. അങ്ങനെയുണ്ട് ഭാഷകളിലൊക്കെ.
ഉറുദുവിലൊക്കെ 19 കൊല്ലം മുമ്പ് യഹാ എന്നുള്ളതിന് യാ എന്നും വഹാ എന്നുള്ളതിന് വാ എന്നും മാത്രം പറയാറുണ്ട്. ഇതുപോലെ ഹാദ എന്ന് പറഞ്ഞാൽ ഹാ. അതോടൊപ്പം തന്നെ എബ്രായ ഭാഷയിൽ ഹാ എന്ന് പറഞ്ഞാൽ ഹാദ തന്നെയാണ് അർത്ഥം. ഹിയർ ഈസ് യുവർ ഗിഫ്റ്റ് എന്നാണ്. ഹാ അജ്റുക, ഹിയർ ഈസ് യുവർ ഗിഫ്റ്റ്. നിന്റെ ഇണ എന്ന് പറഞ്ഞാൽ നിനക്കുള്ള സമ്മാനമാണ് പടച്ചോൻ പറയുന്നത്. അള്ളാഹു അങ്ങനെ പറഞ്ഞതിൽ നിന്നാണ് ഹാജർ എന്ന് പേര് വന്നത് എന്നൊരു അഭിപ്രായം. എത്ര മനോഹരമാണ് ആ വ്യാഖ്യാനം എന്ന് നോക്കണം. എത്ര സർഗാത്മകമാണ്, എത്ര സൗന്ദര്യപൂർണ്ണമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഇണകളെ സംബന്ധിച്ച് നമ്മൾ ഇങ്ങനെയാണ് ആലോചിക്കേണ്ടത്. നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്. നമ്മുടെ ഇണകൾ എന്ന് പറഞ്ഞാൽ അത് വേറിട്ടുള്ള ആളുകളല്ല, മറിച്ച് നമ്മൾ തന്നെ മിൻ അൻഫുസിക്കും എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. ആ അർത്ഥത്തിലുള്ള ഒരു കുടുംബ ജീവിതം. അതോടൊപ്പം തന്നെ മക്കളെ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവന്നത്? ആ മക്കൾ അള്ളാഹുവിനോടുള്ള സമർപ്പണത്തിന്റെ കാര്യത്തിൽ എന്തായിരുന്നു? അവിടെയാണ് വലിയുടെ ചരിത്രമൊക്കെ വരുന്നത്. ബലിയെറുക്കുന്നതായിട്ട് ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്, ഇനി അറാഫിൽ മനാം ഞാൻ ഇങ്ങനെ ഒരു കാര്യം കണ്ടിട്ടുണ്ട്, ഫൽറുമാതാത്തറ നിന്റെ അഭിപ്രായം എന്താണ് എന്ന് വളരെ ജനാധിപത്യപരമായിട്ട് നീങ്ങി വരണമെന്ന് പറയല്ല ചെയ്തത്, മറിച്ച് മോനോട് നിന്റെ അഭിപ്രായം എന്താണ്? മോൻ പറഞ്ഞ് എന്താണോ അങ്ങ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അത് പ്രവർത്തിക്കണം, ഞാനതിന് റെഡിയാണ്. അങ്ങനെയാണ് പോയത്. അതാണ് ബലി സംഭവം എന്ന് നമ്മൾ കാണുന്നു. അപ്പൊ ആ അർത്ഥത്തിൽ കുടുംബത്തിനായാലും അതുപോലെ തന്നെ പോരാട്ടത്തിന്റെ കാര്യത്തിലായാലും സമർപ്പണത്തിന്റെ കാര്യത്തിലായാലും ഇത് കാലലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. എല്ലാ അർത്ഥത്തിനുമുള്ള സമർപ്പണമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാർഗം എന്ന് കാണാൻ സാധിക്കും. അതിലുള്ള നമുക്കുള്ള മാതൃക അത് അപ്രകാരം തന്നെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ നേരത്തെ വിഗ്രഹഭജനത്തിന്റെ കാര്യം പറഞ്ഞു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും പിതാവും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു? പിതാവിനോട് അങ്ങേയറ്റം ആദരവ് കാണിച്ചു, പക്ഷെ പിതാവിനെ ചോദ്യം ചെയ്യേണ്ടടുത്ത് ചോദ്യം ചെയ്തു. ഇസ്മായിൽ അലൈഹി സ്വലാം പിതാവിനോട് അങ്ങേയറ്റം ആദരവ് കാണിക്കുന്നു, എന്നാൽ അങ്ങനെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങൾ ഇബ്രാഹിം അലൈഹി സ്വലാം ഉണ്ടാക്കുന്നില്ല. രണ്ടും രണ്ട് തരത്തിലുള്ള പിതൃപുത്ര ബന്ധമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇബ്രാഹിം തന്റെ പിതാവിനോട് വലിയ മര്യാദകൾ കാണിച്ചതായിട്ടൊക്കെ പറയാം. എന്താ പറയുന്നത്? നിങ്ങൾ വഴികേടിലാണെന്ന് ഞാൻ അറിയുന്നു, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ഇതെനിക്കറിയാം. അത് എന്ന് മോൻ പോയിട്ട് പറയാണ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത സംഗതി എനിക്കറിയാം, അതുകൊണ്ട് എന്നെ പിന്തുടർന്നോളിന്ന് മകൻ ഉപ്പാനോട് പറയും, ഞാൻ നിങ്ങളെ നേർവഴിയിലാക്കാം. നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് നേരെ തിരിച്ചല്ലേ പതിവ്. എന്നാൽ ഇത് നേരെ തിരിച്ചു പറയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ പിതൃപുത്ര ബന്ധത്തിന്റെ പുതിയൊരു ചിത്രമാണ് കാണാൻ സാധിക്കുന്നത്. ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അപ്രകാരം ചോദ്യം ചെയ്യാനുള്ള സന്ദർഭം ഇസ്മായിൽ ഉണ്ടാക്കിയിട്ടില്ല. വലിയ സംഭവത്തിൽ പോലും ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഫൽറുമാതാത്തറ നിന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചല്ലോ. ആ ഒരു ചോദ്യം വളരെ പ്രധാനമാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ജീവിതം, ആ ഒരു ജീവിതത്തിലൂടെ അള്ളാഹുവിന് സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് ബലിയർപ്പിച്ചുകൊണ്ട് എന്താണ് ബലിയർക്കുന്നത് ഇതും ആലോചിക്കണം. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്താണ് ബലിയർപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇസ്മായിലിനെ ബലിയർപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ പടച്ച തമ്പുരാൻ പെട്ടെന്ന് പറഞ്ഞു, വേണ്ട, നിന്നോട് പറഞ്ഞാൽ അതല്ല എന്നുകൂടിയാണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കണം. കത് സ്വന്തത്തെ റൂയ്യ, നിന്റെ സ്വപ്നം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി വിദൂര ഭൂതകാല പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ നീ നിന്റെ കുടുംബത്തെ എനിക്ക് വേണ്ടി സമർപ്പിച്ചില്ലേ, അത് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്, അതാണ് സ്വപ്നത്തിന്റെ അർത്ഥം. അത്രയും മതി. എന്തായാലും നീയുടെ വന്ന സ്ഥിതിക്ക് ഒരാട്ടിനെ അറുക്കണം, അറുത്തിട്ട് മനുഷ്യർക്ക് മാംസം ദാനം ചെയ്യണം. ആളുകൾക്കുള്ള ദാനമാണ്, അള്ളാഹുവിന് ചോരയും മാംസം ഒന്നും വേണ്ട. അതും കുറെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്ന് മാത്രവുമല്ല, അക്കാലത്തുണ്ടായിരുന്ന നരബലിയെ നിരോധിക്കുകയാണ് ചെയ്യുന്നത്. ചില ആളുകൾ പറയും നരബലി അർപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചു, നരബലി അർപ്പിക്കണ്ട എന്ന് പറയാണ് ചെയ്തത്, നരബലി അർപ്പിക്കാൻ പാടില്ല എന്ന് പറയാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ത്യാഗത്തിന്റെ ഈ കാലത്തും പ്രസക്തമായിട്ടുള്ള മൂല്യങ്ങളുടെ മാതൃകയായിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണാൻ നമുക്ക് സാധിക്കണം. ഇബ്രാഹിമിന്റെ പരമ്പരയിലാണ് യഹൂദ വംശത്തിൽപ്പെട്ട പ്രവാചകന്മാരെല്ലാവരും പിറന്നത്. ആ പ്രവാചകന്മാര് ലോകത്തിന്റെ പ്രവാചകന്മാരായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. യഹൂദ സമുദായത്തിന് അവർ യഹൂദരുടെ മാത്രം പ്രവാചകന്മാരാണ്, അവരെ കുറ്റം പറയല്ല, അവരുടെ മാത്രം പ്രവാചകന്മാരാണ്. അതേസമയം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ലോകത്തിന്റെ പ്രവാചകന്മാരാക്കി മാറ്റുകയാണ് ചെയ്തത്. അതുപോലെ സുലൈമാനും ദാവൂദും അലൈഹിമസ്സലാം ഉണ്ടാക്കിയിട്ടുള്ള ആരാധനാലയത്തെ, പള്ളിയെ ലോകത്തിന്റെ ഹറമാക്കി മാറ്റുകയാണ് ചെയ്തത് എന്ന് കാണാൻ സാധിക്കും.
എന്നിരിക്കെയാണ് ആ പിന്മുറയിൽപ്പെട്ട സമൂഹം അതേ സ്ഥലത്ത് ഇന്ന് മാരകമായ വംശഹത്യയുടെ ഇരകളാക്കി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് കാണണം. നിങ്ങൾ മനസ്സിലാക്കണം, ഗസയുടെ പോരാട്ടം, ഫലസ്തീനിന്റെ പോരാട്ടം, ഗസ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. കാരണം ഇസ്രായേലും സൈനിസവും ഉദ്ദേശിക്കുന്നത് ഫലസ്തീൻ എന്നുള്ള പേരേ ഇല്ലാതാവുക എന്നുള്ളത്. ലോകത്തുള്ള വ്യവഹാരങ്ങളിൽ നിന്ന് ഫലസ്തീൻ എന്നുള്ള പേരെ എടുത്തു കളയണം. അതുകൊണ്ട് ഗസ എന്ന് മാത്രം. അതുകൊണ്ടാണ് രണ്ടിനെയും വേർതിരിച്ചിട്ട്, വെസ്റ്റ് ബാങ്കിനെയും ഗസയെയും വേർതിരിച്ചിട്ട് ഇവിടെ മാത്രം ആക്രമണം നടത്തുന്നത് എന്നും കാണേണ്ടതാണ്. അതുകൊണ്ട് ഗസ എന്ന് മാത്രം പറഞ്ഞാൽ പോലെ ഫലസ്തീൻ തന്നെയാണ്. ആ ഫലസ്തീനികളുടെ പോരാട്ടം എന്ന് പറഞ്ഞാൽ ലോകത്ത് പോരാടുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ വിജയമാണ് ഇനി അങ്ങോട്ട് ലോകത്തിന്റെ ചരിത്രം ഗതി നിർണയിക്കുക. ആ പരാജയം എന്ന് പറയുന്നത് ലോകത്തിന്റെ തന്നെ പരാജയമായി മാറും എന്നും തിരിച്ചറിയുക. ആ തിരിച്ചറിവോടുകൂടി ചരിത്രത്തെ ശരിയായി സമീപിക്കണം. ഇബ്രാഹിമിനെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ശരിയായി പിന്തുടരണം. അതോടൊപ്പം തന്നെ ലോകത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തണം. നമ്മുടെ മനസ്സ് പോരാടുന്നവരോടൊപ്പമായിരിക്കണം. പ്രത്യേകിച്ചും ഫലസ്തീനിലെ ഗസയിലെ നമ്മുടെ സഹോദരങ്ങൾക്കൊപ്പമായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പടച്ച തമ്പുരാനെ, ഈ ലോകത്ത് നന്മയുടെ മാർഗത്തിൽ പൊരുതുന്നവരെ നീ സഹായിക്കണമേ അല്ലാഹ്. പടച്ചതമ്പുരാനെ, ഈ ലോകത്ത് നന്മയെയും മനുഷ്യരെയും തകർക്കാൻ ശ്രമിക്കുന്നവരെ നീ പരാജയപ്പെടുത്തണമേ അല്ലാഹ്. പടച്ചതമ്പുരാനെ, ഈ ലോകത്തുള്ള ചെകുത്താന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നീ പരാജയപ്പെടുത്തണമേ നാഥ. അല്ലാഹുവേ, ശപിക്കപ്പെട്ട സാത്താന്റെ എല്ലാ പ്രേരണകളിൽ നിന്നും ദുർബോധനങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണമേ അല്ലാഹ്. പടച്ചതമ്പുരാനെ, നിന്റെ പ്രവാചകന്മാരും സച്ചരിതരായ നിന്റെ അടിയാറുകളും ഏതെല്ലാം നന്മകൾ നിന്നോട് തേടിയോ ആ നന്മകളെല്ലാം തന്നെ ഞങ്ങളുടെ മേലും നീ വർഷിക്കണമേ നാഥ. അല്ലാഹുവേ, നിന്റെ പ്രവാചകന്മാരും സച്ചരിതരായ നിന്റെ അടിയാറുകളും ഏതെല്ലാം തിന്മകളിൽ നിന്ന് നിന്നോട് രക്ഷ തേടിയോ ആ തിന്മകളിൽ നിന്നെല്ലാം തന്നെ ഞങ്ങളെയും കാത്തുരക്ഷിക്കണമേ നാഥ. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖന ഇത്തിബാഅ വഅരിനൽ ബാതില ബാതിലൻ വർസുഖന ഇജ്തിനാബ. اللهم اجعلني من المسلمين. اللهم اجعلنا من المسلمين. اللهم اجعلنا من المسلمين. اللهم اجعلنا من المسلمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم أعز الإسلام والمسلمين. اللهم أذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم دمر أعداءك وأعداء المجاهدين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم برحمتك يا أرحم الراحمين. صلى الله على محمد وآله وسلم والحمد لله. കുത്തുമ്പോ മോശമായിട്ട് ഈ